ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് നടക്കും. കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ചാണ് പരേഡ്. കുന്നുംപുറം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് തിരിച്ചറിയൽ പരേഡ് നടക്കുക. ജിഷ വധക്കേസിൽ കുന്നുംപുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഷിബു ഡാനിയൽ തിരിച്ചറിയൽ പരേഡിന് മേൽനോട്ടം വഹിക്കുന്നത്. ജിഷയുടെ അമ്മ രാജേശ്വരി, ഒപ്പം സഹോദരി ദീപ തുടങ്ങിയവരടക്കം അമീറുൽ ഇസ്ലാം താമസിച്ചിരുന്ന വീട്ടിലെ എല്ലാവരും തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എപ്പോഴായിരിക്കും തിരിച്ചറിയൽ പരേഡ് ആരംഭിക്കുക? മറ്റു വിവരങ്ങൾ? ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാകുമെന്ന സൂചനയുമുണ്ട്. അത് മജിസ്ട്രേറ്റിന്റെ സൗകര്യം അനുസരിച്ചിരിക്കും. കുന്നംപുറം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലായിരിക്കും തിരിച്ചറിയൽ പരേഡ് നടക്കുക. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കൊലപാതകം നടന്ന ദിവസം ഈ ഒരു യുവാവിനെ ജിഷയുടെ വീടിന് സമീപത്തു നിന്ന് സംശയാസ്പദമായ നിലയിൽ കണ്ടു എന്ന് മൊഴി നൽകിയ ആൾ ചെരുപ്പ് കടക്കാരൻ, ഇയാൾ ഈ പ്രതി താമസിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ ഉടമ, മറ്റ് സുഹൃത്തുക്കൾ തുടങ്ങിയവരെല്ലാമാണ് ഇവിടേക്ക് തിരിച്ചറിയൽ പരേഡിന് എത്താനായി പോലീസ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അവരെല്ലാം തന്നെ ജില്ലാ ജയിലിനകത്തേക്ക് എത്തിക്കണം. ഇതിനുശേഷം ഈ തിരിച്ചറിയൽ പരേഡിന് പ്രതി അമീറുൽ ഇസ്ലാമിനെ കൂടാതെ ഇയാളുമായി രൂപസാദൃശ്യമുള്ള 6 മുതൽ 10 വരെയുള്ള പത്തോളം പേരെ ഈ പരേഡിനായി നിർത്തും. അത്തരത്തിലായിരിക്കും തിരിച്ചറിയൽ പരേഡ് നടത്തുക. ഇതിൽ നിന്ന് ഇവരെ തിരിച്ചറിയണം. അതിനുള്ള സാക്ഷികളെ എത്തിക്കും. ചിലപ്പോൾ ഉച്ച കഴിയും എന്നാണ് സൂചന നൽകുന്നത്. അത് കുന്നുംപുറം മജിസ്ട്രേറ്റിൻ്റെ മേൽനോട്ടത്തിലാണ്. അദ്ദേഹത്തിനെയാണ് എറണാകുളം CJM ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ആ സമയത്തായിരിക്കും തിരിച്ചറിയൽ പരേഡ് നടക്കുക. ഉമേഷ്, ഒരുപക്ഷെ തിരിച്ചറിയൽ പരേഡ് എത്രയും വേഗം പൂർത്തിയാക്കി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യം. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാകുമ്പോൾ അത് വീണ്ടും നീളാനുള്ള സാധ്യതയല്ലേ ഉള്ളത്? ഒരുപക്ഷെ നാളത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുന്നത് നാളത്തേക്ക് ആകാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായും അങ്ങനെയാണ്. കാരണം 5 മണിക്ക് മുൻപ് ഈ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ പോലീസിന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ സമർപ്പിക്കാനാവൂ. 5 മണിക്ക് മുൻപ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചാൽ മാത്രമാണ് കോടതി ഇന്ന് പരിഗണിക്കുകയും ഒരുപക്ഷെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവുക. അല്ലെങ്കിൽ അതിനടുത്ത ദിവസം, അതായത് നാളെ മാത്രമാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ പോലീസിന് സമർപ്പിക്കാനാവൂ. അത്തരത്തിൽ അത് കോടതി പരിഗണിച്ച് അനുവദിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇയാളെയും കൊണ്ട് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. നേരത്തെ 5 സൂചിപ്പിച്ചതുപോലെ പരമാവധി വേഗം പൂർത്തിയാക്കണമെന്നത് തന്നെയാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. എന്നാൽ മജിസ്ട്രേറ്റിന്റെ സൗകര്യം കൂടി കണക്കിലെടുക്കണം. അതുകൊണ്ടാണ് ചിലപ്പോൾ ഉച്ച കഴിയും എന്ന് സൂചിപ്പിച്ചത്. പരമാവധി രാവിലെ തന്നെ ഇത് നടത്താനുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. തിരിച്ചറിയൽ പരേഡിന് നിർത്തേണ്ടവരെ എല്ലാം തന്നെ ജയിലധികൃതർ ഏതാണ്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അവർ രാവിലെ തന്നെ ഒരുപക്ഷെ തിരിച്ചറിയൽ പരേഡ് നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മജിസ്ട്രേറ്റ് വരാൻ വൈകുകയാണെങ്കിൽ ഉച്ച കഴിയും എന്നാണ് അറിയുന്നത്. ഇത് പൂർത്തിയാക്കിയാൽ മാത്രമേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയും പിന്നീട് കസ്റ്റഡിയിൽ എടുത്ത് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുമുള്ളൂ. വ്യക്തമാണ്. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് കാക്കനാട് ജില്ലാ ജയിലിൽ നടക്കും. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ സമഗ്ര വിവരശേഖരണ പദ്ധതി അട്ടിമറിച്ചത് മുൻ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ ആണെന്ന ആരോപണവുമായി മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S.J. മോഹൻ. സംസ്ഥാനത്ത് ആദ്യമായി അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ ഹെൽത്ത് കാർഡ് പദ്ധതിയിൽ നിന്ന് രാഷ്ട്രീയ പ്രേരിതമായി തൊഴിൽ വകുപ്പ് പിന്മാറിയെന്നും S.J. മോഹൻ പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായി അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി ഹെൽത്ത് കാർഡ് ഏർപ്പെടുത്തിയത് കൊല്ലം ജില്ലാ പഞ്ചായത്തായിരുന്നു. ജില്ലാതല ഉദ്ഘാടനം കരവാളൂർ പഞ്ചായത്തിൽ 2013 നടക്കുകയും ചെയ്തു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിരലടയാളവും രക്തപരിശോധന വരെ നടത്തിക്കൊണ്ടുള്ള സമഗ്ര സർവേ നടത്താനായിരുന്നു ആദ്യഘട്ടത്തിൽ തൊഴിൽ മന്ത്രി കൂടി പങ്കെടുത്ത് തീരുമാനിച്ചത്. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ മന്ത്രി ഇടപെട്ട് പിൻവലിക്കുകയായിരുന്നുവെന്ന് മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S.J. മോഹൻ പറഞ്ഞു. അങ്ങനെ എല്ലാ തൊഴിലാളികളെയും കൊല്ലം ജില്ലയിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ കേരളത്തിലാകെ അന്യ സംസ്ഥാനക്കാർക്ക് പ്രത്യേകമായ രജിസ്ട്രേഷൻ ക്ഷേമനിധി എല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ അവർ ചെയ്താൽ ഓഫീസ് നോക്കി തന്നെ നമുക്ക് രേഖ വെച്ചവരെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ആ സ്ഥിതി ഇല്ലാതാക്കിയത് കഴിഞ്ഞ ഗവൺമെൻറ് തൊഴിൽ വകുപ്പ് മന്ത്രി മിസ്റ്റർ ഷിബു ബേബി ജോണുമാണ്. പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ജിഷ കൊലക്കേസിൽ അന്വേഷണത്തിൽ പോലീസിന് സഹായകരമായേനെ. തൊഴിലാളികളുടെ ചിത്രം, മേൽവിലാസം, രക്തഗ്രൂപ്പ്, രോഗനിർണയ വിവരം, വിരലടയാളം, രക്ഷിതാക്കളുടെ വിവരം, തൊഴിൽ ദാതാവ്, അക്കൗണ്ട് നമ്പർ തുടങ്ങിയവയാണ് ഹെൽത്ത് കാർഡിനായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആദ്യഘട്ടത്തിൽ 40,000 പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചത്.
കൊല്ലം ജില്ലയിൽ മാത്രം 1,00,000-ലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടാകാമെന്നാണ് അനൌദ്യോഗിക കണക്ക്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. രാജ്കുമാർ, അന്യസംസ്ഥാന തൊഴിലാളികളുടെ സമഗ്ര വിവരശേഖരണം അത് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമല്ലേ? ഇതിൽ ഷിബു ബേബി ജോണിന്റെ പങ്ക് എത്രത്തോളമാണ്? ഇതില് പ്രേരിതമായ ഒരു നടപടി എന്നാണ് മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ, അദ്ദേഹം CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്, അദ്ദേഹത്തിന്റെ ആരോപണം ആ വഴിക്കാണ് പോകുന്നത്. ഇത് 2013 തന്നെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ അദ്ദേഹം തന്നെ മുൻകൈയെടുത്താണ് അന്യസംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട സമഗ്ര ഒരു സർവേ നടത്താൻ തീരുമാനിച്ചതും അതുവഴി അവർക്ക് ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്യാനും തീരുമാനിച്ചിരുന്നത്. ഈ സമയത്തൊക്കെ തന്നെ വ്യാപകമായി നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ, മലേറിയ ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ വീണ്ടും മടങ്ങി വന്ന പശ്ചാത്തലത്തിലും ഇവരുടെ ആരോഗ്യം, ഇത് മുഴുവനും അന്യ സംസ്ഥാനങ്ങളിൽ തൊഴിലാളികളിൽ നിന്നാണ് കേരളത്തിലേക്ക് വീണ്ടും എത്തിയത് എന്നൊരു ഹെൽത്തിന്റെ തന്നെ, ആരോഗ്യ വകുപ്പിന്റെ തന്നെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു മാതൃകാ പദ്ധതി നടപ്പിലാക്കിയത്. ഇതിൽ ശ്രദ്ധേയമായ കാര്യം, ഈ ദിശ കൊലക്കേസുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിരലടയാളങ്ങളും മറ്റും പോലീസ് ശേഖരിച്ചിരുന്നു. ഒരുപക്ഷെ ഈ പദ്ധതി സംസ്ഥാന വ്യാപകമായി 2013 തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലും അന്യസംസ്ഥാന തൊഴിലാളികളുടെ പൂർണ്ണ വിവരങ്ങളും മേൽവിലാസങ്ങളും, അവരുടെ നാട്ടിലെ മേൽവിലാസം, ഇവിടുത്തെ തൊഴിൽ ദാതാവ് ആര്, ഇവരുടെ രക്തഗ്രൂപ്പ്, ഇവരുടെ വിരലടയാളങ്ങൾ, അക്കൗണ്ട് നമ്പർ, മൊബൈൽ നമ്പറുകൾ തുടങ്ങി സമഗ്രമായിട്ടുള്ള ഒരു രേഖ സൂക്ഷിക്കാമായിരുന്നു. രജിസ്റ്റർ ഇവിടെ ഉള്ളതുപോലെ തന്നെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി രേഖ രജിസ്റ്റർ തന്നെ സൂക്ഷിക്കാമായിരുന്നു. ഇത് ചെയ്യാത്തത് അത് അങ്ങനെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ദിശ കൊലക്കേസിൽ പോലീസിന് ഒരുപാട് സമയം നഷ്ടപ്പെട്ടത്. ഇതൊരു സൂചനയാണ്. ഇത് ഇനിയെങ്കിലും കേരളത്തിൽ മുഴുവനും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ ലക്ഷക്കണക്കിന് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ, അവരും മനുഷ്യരാണ്, അവർക്ക് വേണ്ടുന്ന ക്ഷേമനിധി ഏർപ്പെടുത്തുന്ന പദ്ധതി ഉൾപ്പെടെയാണ് ജില്ലാ പഞ്ചായത്ത് രൂപകൽപ്പന ചെയ്തത്. വെറും അവരെ ഒരു കുറ്റവാളികളായി കാണാനോ അല്ലെങ്കിൽ അങ്ങനെ കാണാനല്ല, അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടി അവരുടെ ആരോഗ്യ സംരക്ഷണം, അവർക്കൊരു സുരക്ഷിതത്വം. രാജ്കുമാർ തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം കൊല്ലം ജില്ലാ പ്രസിഡന്റ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജയമോഹൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജയമോഹൻ, താങ്കളായിരിക്കും ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ മുൻകൈയെടുത്തത്. അത് അട്ടിമറിക്കപ്പെട്ടത് മുൻ മന്ത്രി ഷിബു ബേബി ജോണിന്റെ ഇടപെടൽ മൂലമാണ് എന്നാണ് താങ്കളുടെ ആരോപണം. എന്താണ് പറയാനുള്ളത്? കേരളത്തിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഏതാണ്ട് 25 ലക്ഷത്തിലധികമാണ് എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ട്. കൊല്ലം ജില്ലയിൽ ഞങ്ങളൊരു അന്വേഷണം നടത്തിയപ്പോൾ 2.5 ലക്ഷത്തോളം വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നാണ് കണ്ടത്. അത് വലിയൊരു സാമൂഹിക പ്രശ്നമായി ഉയർന്നു വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ താമസിക്കുന്ന ഇടങ്ങളിൽ വൃത്തി ഉള്ള, ശുചിത്വമുള്ളതാക്കി മാറ്റാനും അതോടൊപ്പം തന്നെ അവർ എവിടെ നിന്ന് വന്നു, ഇവിടെ ആരാണ് അവരെ കൊണ്ടുവന്നത്, ആരവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു, അവരുടെ മേൽവിലാസം അന്യ സംസ്ഥാനത്ത് എവിടെയാണ്, ഇവിടെ വന്നിട്ട് അവരെന്ത് ജോലി ചെയ്യുന്നു, അവരുടെ വിരലടയാളം, അവരുടെ രക്തഗ്രൂപ്പ് നിർണയം, മുമ്പ് ഏതെങ്കിലും കേസുകളിൽ മറ്റ് അവർ അന്യ സംസ്ഥാനത്തായിരിക്കുന്ന ഘട്ടത്തിൽ അവർ ഏർപ്പെട്ടിരുന്നോ, ഇതിനെക്കുറിച്ച് വിശദമായ ഒരു സർവേയും പഠന റിപ്പോർട്ടുമാണ് ഞങ്ങൾ നടത്തിയത്. അതിനെ തുടർന്ന് 9ഓളം പഞ്ചായത്തുകളിൽ ഐഡന്റിറ്റി കാർഡ്, ഹെൽത്ത് കാർഡ് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വിതരണം ചെയ്തിരുന്നു. ഈ പ്രവർത്തനത്തിൽ ലേബർ ഡിപ്പാർട്ട്മെന്റിനെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ക്ഷേമനിധിയും രജിസ്ട്രേഷനും ഒക്കെ നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിന്റെ മൊത്തം ഒരു ക്രെഡിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വരുമെന്ന് കണ്ടുകൊണ്ട് ഉദ്ഘാടനത്തിന് നിശ്ചയിച്ചിരുന്ന തൊഴിൽ മന്ത്രി വിട്ടുനിൽക്കുകയും ലേബർ ഡിപ്പാർട്ട്മെന്റിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തതാണ് പൂർണ്ണതയിലേക്ക് കൊല്ലം ജില്ലയിലും കേരളത്തിലും ഇതെത്താതെ പോയത്. തൊഴിൽ വകുപ്പിന്റെ അനാസ്ഥയും മന്ത്രി ഷിബു ബേബി ജോണിന്റെ ഇടപെടലുമാണ് ഈ നിലയിലേക്കൊരു സംഭവം എത്തപ്പെട്ടത്. ശ്രീ ജയമോഹൻ, ഏതാണ്ട് ജിഷ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവ വികാസങ്ങൾ പോലെ ഏറെ വിഷയങ്ങൾ, ഏറെ ക്രിമിനൽ കേസുകൾ ഒരുപക്ഷെ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ ആകാം ഇത്തരമൊരു പദ്ധതി നിങ്ങൾ ആവിഷ്കരിക്കുന്നതിനു കാരണവും. പക്ഷേ വെറും രാഷ്ട്രീയ പ്രേരിതമായി മാത്രം അതിനെ അട്ടിമറിക്കുകയായിരുന്നോ ഷിബു ബേബി ജോൺ? ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ കാരണം നിഷ കൊലപാതകത്തോട് സാമ്യപ്പെടുത്താൻ കഴിയുന്നതല്ലെങ്കിലും 5ൽ ഒരു കട്ടച്ചൂളയിൽ ജോലി ചെയ്തിരുന്ന ഒരു അന്യ സംസ്ഥാന തൊഴിലാളി ആ കട്ടച്ചൂള ഉടമയെ കുത്തിക്കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി.
അത് നാട്ടിൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇതിനെ തുടർന്നിട്ടാണ് അവരെ കണ്ടെത്തുന്നതിനൊക്കെ പോലീസ് വളരെ പ്രയാസപ്പെട്ടിരുന്നു. അതിനെ തുടർന്നിട്ടാണ് ഇങ്ങനൊരു രേഖ വിശദമായി തയ്യാറാക്കി സൂക്ഷിച്ചാൽ ഏത് തൊഴിലാളി എവിടെ ജോലി ചെയ്യുന്നു അവരുടെ വിരലടയാളം ഉൾപ്പെടെ പരിശോധിച്ചിട്ട് ആരെന്ന് കണ്ടെത്താൻ എളുപ്പമാകും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇത് ചെയ്തത്. ഈ സംഭവം കേരളത്തിലാകെ നടപ്പിലാക്കിയിരുന്നു എങ്കിൽ നിശാ കൊലപാതകത്തിന് പോലീസ് ഇങ്ങനെ അന്വേഷിച്ച് പരക്കം പായുന്ന സ്ഥിതി ഒഴിവാക്കി ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ രേഖകൾ വെച്ച് കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. അത് ഇല്ലാതാക്കിയത് തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോണും ലേബർ ഡിപ്പാർട്ട്മെന്റുമാണ്. വളരെ നന്ദി ശ്രീ ജയമോഹൻ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ സമഗ്ര വിവരശേഖരണ പദ്ധതി അട്ടിമറിച്ചത് മുൻ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ ആണെന്ന ആരോപണമാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ഉന്നയിച്ചത്. സിറിയൻ ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രൈം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവയ്ക്ക് നേരെ ചാവേർ ആക്രമണം. ബാവ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബാവയുടെ ജന്മനാടായ സിറിയയിലെ ഖാമിഷ്ലി ജില്ലയിലെ ഖാദിയിൽ വെച്ചാണ് ആക്രമണം. ശരീരത്തിൽ ബോംബ് ഘടിപ്പിച്ചെത്തിയ ചാവേർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. എന്നാൽ ബാവയുടെ സംരക്ഷണ ചുമതലയുള്ള അംഗരക്ഷകർ ശക്തമായി ചെറുത്തുനിന്നതിനാൽ അക്രമിക്ക് ബാവയുടെ അടുത്തെത്താനായില്ല. ആക്രമണത്തിൽ ചാവേറിനൊപ്പം ബാവയുടെ അംഗരക്ഷകരിൽ ഒരാളും കൊല്ലപ്പെട്ടു. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ IS ഭീകരരുടെ ശക്തി കേന്ദ്രമാണ് ഖമിഷ്ലി. 1915 നടന്ന സെയ്ഫോ കൂട്ടക്കൊലയിൽ മരിച്ചവരുടെ അനുസ്മരണ ചടങ്ങിനിടെയായിരുന്നു ആക്രമണം. സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപലപിച്ചു. ദില്ലിയിൽ ചേർന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ച ഇന്നലെ പൂർത്തിയായി. ഇന്ന് രാവിലെ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന് ചർച്ചയ്ക്കുള്ള മറുപടി തയ്യാറാക്കും. പശ്ചിമ ബംഗാൾ ഘടകം സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയവുമായി യോജിക്കുന്നതല്ല എന്ന അഭിപ്രായം കേന്ദ്ര കമ്മിറ്റി ചർച്ചയിൽ ഉയർന്നുവന്നു. ചർച്ചയ്ക്കുള്ള മറുപടി, ദേശീയ സാഹചര്യ വിലയിരുത്തൽ തുടങ്ങിയവയാണ് മൂന്നാം ദിവസമായി ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ അജണ്ട. മതേതര യോഗ നടത്തിയതിനു പിന്നാലെ താഴെത്തട്ടിലേക്ക് യോഗ വ്യാപിപ്പിച്ച് പൊതുജനാരോഗ്യ രംഗത്ത് CPIM മുന്നേറുന്നു. CPIM നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് യോഗ അക്കാദമിയിലൂടെയാണ് ചേതന യോഗ എല്ലാ ജില്ലകളിലും വ്യാപിപ്പിച്ചത്. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് 21-ന് നിർവഹിക്കും. ചേതന യോഗ എന്ന പേരിലാണ് സാർവദേശീയ യോഗാ ദിനമായി എല്ലാ ജില്ലകളിലും 21-ന് യോഗാഭ്യാസം നടത്തുക. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലം ബീച്ചിൽ വെച്ച് നിർവഹിക്കും. ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും രോഗമുക്തമായ സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും ശാരീരികവും മാനസികവുമായ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപം കൊണ്ടിട്ടുള്ളത്. ഈ അസോസിയേഷനിലെ അംഗങ്ങളെല്ലാം തന്നെ പാലിയേറ്റീവ് കെയർ രംഗത്ത് ശ്രദ്ധിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കായിക പരിശീലനത്തിലൂടെ സ്നേഹവും മതസൗഹാർദ്ദവും സമാഹാരവും വളർത്തിയെടുക്കുക, അങ്ങനെ ദേശീയോദ്ഗ്രഥത്തിന് എല്ലാവരും പങ്കാളികളാകണം എന്നുള്ള സന്ദേശമാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. യോഗയുടെ തുടർ പഠനത്തിനായി സിലബസ് ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലാണ്. കണ്ണൂരിൽ നടത്തിയ മതേതര യോഗയിൽ എല്ലാ മതസ്ഥർക്കും യോജിച്ച 35 ആസനങ്ങളാണ് പ്രദർശിപ്പിച്ചത്. കൊല്ലത്ത് യോഗാദിനത്തിൽ 1000 പേർ പങ്കെടുക്കും. ചടങ്ങിൽ കൊല്ലം ബിഷപ്പ് സ്റ്റാൻലി റോമൻ, മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, ആരോഗ്യ, കലാ, കായിക, സാംസ്കാരിക രംഗത്തുള്ളവരും പങ്കെടുക്കും. മറ്റു ജില്ലകളിലും 21-ന് യോഗാഭ്യാസം നടക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിന്റെ നികുതി വരുമാനം 20% ഉയർത്തുമെന്ന് ധനകാര്യമന്ത്രി തോമസ് ഐസക്. വ്യാപാര സ്ഥാപനങ്ങളിലെ നികുതി തട്ടിപ്പ് തടയാൻ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കും. ഇതിനായി പ്രത്യേക നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നും ധനകാര്യമന്ത്രി ദില്ലിയിൽ വ്യക്തമാക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനമുള്ള സംസ്ഥാനമാണ് ദില്ലി. 24% ദില്ലിയിലെ റവന്യൂ വരുമാന വർധനവ്. ഇതിനായി ദില്ലിയിൽ നടപ്പാക്കിയ പദ്ധതി ചർച്ച ചെയ്ത് ധനകാര്യമന്ത്രി തോമസ് ഐസക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ശാസ്ത്രീയ മാർഗങ്ങൾ നടപ്പാക്കുമെന്ന് ധനകാര്യമന്ത്രി വ്യക്തമാക്കിയത്. ഉപഭോക്താക്കളെയും വ്യാപാര സ്ഥാപനങ്ങളെയും കൊണ്ട് ഡിജിറ്റൽ മേഖലയുടെ സാങ്കേതികത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നികുതി തട്ടിപ്പ് തടയുക. വ്യാപാര സ്ഥാപനങ്ങൾ ഉപഭോക്താവിന് ബിൽ കൊടുക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ മുഖാന്തരം ബില്ലിന്റെ കോപ്പി നികുതി വകുപ്പിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടും. ഉപഭോക്താവിനും ബില്ല് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നികുതി ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്ലോഡ് ചെയ്യാം. ബിൽ അപ്ലോഡ് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കാൻ സ്ക്രാച്ച് ആൻഡ് വിന്നിന് സമാനമായ സമ്മാന പദ്ധതിയും സർക്കാർ നടപ്പിൽ വരുത്തും. കമ്പ്യൂട്ടർ തന്നെയാകും അപ്ലോഡ് ചെയ്യപ്പെടുന്ന ബില്ലുകളിൽ നിന്നും വിജയിയെയും നറുക്കെടുക്കുക. ഉപഭോക്താവും വ്യാപാര സ്ഥാപനവും നൽകുന്ന ബില്ലുകൾ ഒന്നായിരിക്കണമെന്നതിനാൽ വ്യാപാരികൾക്ക് ബില്ല് മാറ്റി എഴുതി നികുതി തട്ടിപ്പും നടത്താനാകില്ല. നികുതി വരുമാന വർധനവ് 20% ഉയർത്തുമെന്നും തോമസ് ഐസക് ദില്ലിയിൽ പറഞ്ഞു.
ഏതാനും നികുതി പിരിവ് മൂന്നാം മുറയുടെ അടിസ്ഥാനത്തിലായിരിക്കില്ല, മറിച്ച് ഇത്തരത്തിൽ ശാസ്ത്രീയമായ രീതികൾ അവലംബിച്ചുകൊണ്ട് കേരളത്തിൽ നികുതി വരുമാനം UDFന്റെ ഭരണകാലത്ത് 10-15% 20% ഉയർത്തുക തന്നെ. ഇതിനുള്ള പ്രത്യേക നിയമനിർമ്മാണവും ഈ വർഷം തന്നെ നടത്തും. പുതിയ ശാസ്ത്രീയ രീതികൾ നടപ്പാക്കുന്നതോടെ നികുതി തട്ടിപ്പ് തടയുന്നതിനുള്ള കടപരിശോധനയും ഒഴിവാക്കാനാകും. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂർ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. കുട്ടികളെയും മുതിർന്നവരെയും നീന്തൽ പരിശീലിപ്പിച്ചുകൊണ്ട് തിരുവങ്ങാട് മുളയിൽ ആണ് നീന്തൽ പരിശീലനം ആരംഭിച്ചിരിക്കുന്നത്. മഴക്കാലം ഭീതിയുടെ കാലമല്ല. ഇനി പുഴയും വെള്ളവും ഭീതിയുടെ ഉറവിടങ്ങളുമല്ല. പയ്യാവൂരിലെ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ വെള്ളം പ്രതീക്ഷയുടെ പുത്തനുണർവ് നൽകുന്നതാകാൻ പരിസ്ഥിതി സൗഹാർദ്ദത്തോടെ മുന്നോട്ട്. അതാണ് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജലം ഭീതിയല്ല ജാഗ്രതയാണ് ആവശ്യം എന്ന ജലസൗഹൃദ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. കണ്ണൂർ തിരുവങ്ങാട് മൂളിയിൽ നടന്ന ജലസൗഹൃദ ക്യാമ്പയിന്റെ ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. 250 പ്രാദേശിക കുളങ്ങളിലാണ് സൗജന്യ നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പരിശീലനം നൽകും. അർജുന അവാർഡ് ജേതാവ് വിൽസൺ ചെറിയാൻ, നീന്തൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി S രാജീവ് എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായിരുന്നു. നീന്തൽ രംഗത്തെ പ്രഗത്ഭരെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ MLA ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സംസ്ഥാനത്തെ തന്നെ 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളിലൊന്നാണ് മാനന്തവാടി. മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിയാണ് OR കേളു ഇവിടെ ജയിച്ചത്. ആരോഗ്യ ആദിവാസി മേഖലകളിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനാണ് മാനന്തവാടി MLAയുടെ പ്രാഥമിക പരിഗണന. OR കേളു ആയ ഞാൻ തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റായുള്ള ദീർഘകാലത്തെ പരിചയം MLA എന്ന നിലയിൽ മികച്ച പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുമെന്നാണ് OR കേളു കരുതുന്നത്. മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയെ കൈവിട്ട് മണ്ഡലം തന്നിൽ വിശ്വാസമർപ്പിച്ചത് നല്ലൊരു മാറ്റത്തിനു വേണ്ടിയാണെന്ന് MLA പറയുന്നു. കാലങ്ങളായി അവഗണന നേരിടുന്ന ജില്ലാ ആശുപത്രിയുടെ വികസനം, പട്ടികവർഗ വിഭാഗക്കാരുടെ ഭൂമി ഭവന സംബന്ധിയായ പ്രശ്നങ്ങൾ, PK കാളൻ കോളേജ്, ദ്വാരക പോളിടെക്നിക് തുടങ്ങിയവയ്ക്ക് അദ്ദേഹം പ്രാഥമിക പരിഗണന നൽകുന്നു. മാനന്തവാടി നഗരവികസനത്തിന് പദ്ധതി ആവിഷ്കരിക്കുമെന്നും മാനന്തവാടിയുടെ പുതിയ MLA പറയുന്നു. മാനന്തവാടി നഗരം ടൗൺ അതിൻ്റെ ബൈപ്പാസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ഗതാഗത തടസ്സം പോലെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ പരിഹരിക്കണം. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരത്തിനായുള്ള ശാസ്ത്രീയ പദ്ധതികൾ വന്യമൃഗശല്യം പ്രധാന പ്രശ്നങ്ങളിലൊന്നായ മാനന്തവാടിക്കുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഊന്നിയാണ് മാനന്തവാടിയുടെ MLAയുടെ വികസന കാഴ്ചപ്പാട്. വരും കാലം മാനന്തവാടിയുടെ വികസന കാലമെന്നതിൽ ഉറച്ച ആത്മവിശ്വാസമാണ് OR കേളുവിനുള്ളത്. അനൂപ് ഖയാർ, വയനാട്. തെരുവോര കാഴ്ച. മൺകട്ടയിൽ നിർമ്മിച്ച പുല്ലുമേഞ്ഞ ചോർന്നൊലിക്കുന്ന കൂരയിൽ ജീവിതം തള്ളി നീക്കുകയാണ് 3 പതിറ്റാണ്ടായി കാസർഗോഡ് അദൂരിലെ ചന്ദ്രന്റെ കുടുംബം. ചെർക്കള ജാൾസൂർ അന്തർ സംസ്ഥാന പാതയോരത്തെ പുറമ്പോക്കിൽ കഴിയുന്ന ചന്ദ്രന്റെ കുടുംബം പട്ടയഭൂമിക്കും സുരക്ഷിത വീടിനും വേണ്ടി അധികൃതരുടെ കാരുണ്യം തേടുകയാണ്. കൂലിപ്പണിയെടുത്താണ് ഈ കുടുംബം നിത്യവൃത്തിക്ക് വഴി കണ്ടെത്തുന്നത്. ചെങ്കൽ ക്വാറികളിൽ ദിനവേതനത്തിന് കൂലിപ്പണിയെടുക്കുന്ന ചന്ദ്രനും കർഷക തൊഴിലാളിയായ ഭാര്യ സരോജിനിക്കും 3 പതിറ്റാണ്ടായുള്ള സ്വപ്നമാണ് സുരക്ഷിതമായ വീടും കിടപ്പാടത്തിന് പട്ടയവും. കുടുംബസ്വത്തൊന്നും ഇല്ലാതിരുന്ന ചന്ദ്രൻ വിവാഹത്തിന് ശേഷം ഭാര്യയോടൊപ്പം ജീവിതം കെട്ടിപ്പടുക്കുവാൻ കണ്ടെത്തിയത് ചെർക്കള ജാൾസൂർ അന്തർ സംസ്ഥാന പാതയുടെ ഓരത്തെ പുറമ്പോക്ക് ഭൂമിയാണ്. പുല്ലുമേഞ്ഞ കൂരകെട്ടി അവിടെ താമസം തുടങ്ങി. ചോരുന്ന കുടിലിനെ രക്ഷിക്കാൻ ഇപ്പോൾ പ്ലാസ്റ്റിക് ടാർപ്പായി ഉപയോഗിക്കുകയാണ്. മുറ്റത്തോട് ചേർന്നുള്ളത് കേരള റിസർവ് വനമാണ്. ഇഴജന്തുക്കൾ മുതൽ കാട്ടാനകൾ വരെ ഭയപ്പെടണം. 2001 തുടങ്ങിയതാണ് കിടപ്പാടത്തിന് പട്ടയത്തിനായുള്ള ചന്ദ്രന്റെ നെട്ടോട്ടം. സ്ഥലമില്ലാത്തതിനോട് വീട് തരുന്നില്ല എന്ന് പഞ്ചായത്ത് എന്ന് പറഞ്ഞു. ഗവൺമെന്റിന്റെ ഒരു ഇത് അനുകൂലം നമുക്ക് ഇല്ല.
കൂലിപ്പണിയെടുത്തിട്ട് പിന്നെ ഒരു വീട് വെക്കാൻ പറ്റില്ലല്ലോ. കാറൊടുക്ക ഗ്രാമപഞ്ചായത്ത് താൽക്കാലിക വീട്ടു നമ്പർ നൽകിയതിനാൽ കുടിലിന് വൈദ്യുതി ലഭിച്ചു. പട്ടയമില്ലാത്തതിനാൽ വീട് ലഭിച്ചില്ല. കൂലിപ്പണിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് വീട് നിർമ്മിക്കാൻ ഈ കുടുംബത്തിന് കഴിയുന്നില്ല. 3 കുട്ടികളുണ്ട് ഈ ദമ്പതികൾക്ക്. എന്നെങ്കിലും തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ചന്ദ്രന്റെ കുടുംബം. അന്തർ സംസ്ഥാന പാതയോരത്തെ പുറമ്പോക്ക് ഭൂമിയിൽ ഈ കുടുംബം താമസം തുടങ്ങിയിട്ട് 30 വർഷത്തോളമായി. ഇവരുടെ കൈവശ ഭൂമിക്ക് ഇതുവരെയും പട്ടയം ലഭിച്ചിട്ടില്ല. സർക്കാരിൽ നിന്നും കാരുണ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചന്ദ്രനും കുടുംബവും. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. നോമ്പ് തുറക്കാൻ എത്തുന്നവർക്ക് ഔഷധക്കഞ്ഞി ഒരുക്കി തലസ്ഥാനത്തെ പാളയം ജുമാ മസ്ജിദ്. നിരവധി ഔഷധങ്ങളുടെ സമന്വയമാണ് ഈ സ്പെഷ്യൽ ഔഷധക്കഞ്ഞി. ഒട്ടേറെ പേരാണ് ദിനം പ്രതി കഞ്ഞി കുടിക്കാനായി പാളയം പള്ളിയിൽ എത്തുന്നത്. പാളയം പള്ളിയിൽ നോമ്പ് തുറക്കാനെത്തുന്നവരെ കാത്തിരിക്കുന്നത് ഒരു സാധാരണ വിഭവമല്ല, സ്പെഷ്യൽ നോമ്പ് കഞ്ഞിയാണ്. 26 ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കിയ സ്പെഷ്യൽ നോമ്പ് കഞ്ഞി. റംസാൻ ദിനങ്ങളിൽ വൈകുന്നേരമാവുമ്പോഴേക്കും പാളയം ജുമാ മസ്ജിദിൽ ഔഷധക്കഞ്ഞി തയ്യാറാവും. 26 ഔഷധങ്ങൾ ചേർത്താണ് ഈ ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത്. 26 ഐറ്റം ഔഷധങ്ങളാണ് ഇതിൽ ചേരുന്നത്. ഏലക്ക ചേരുന്നുണ്ട്, ഗ്രാമ്പ് ചേരുന്നുണ്ട്, പട്ട ചേരുന്നുണ്ട്, പിന്നെ വന്നിട്ട് ചുക്ക്, ഇഞ്ചി, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തി വരുന്നതാണ്. നോമ്പു തുറന്ന് നിസ്കാരവും കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്ന ഹാൾ വിശ്വാസികളെ കൊണ്ട് നിറയും. 1500ഓളം പേർ ദിനം പ്രതി കഞ്ഞി കുടിക്കാനെത്തുന്നു. പാളയം പള്ളിയോളം തന്നെ പഴക്കമുണ്ട് ഈ ഔഷധക്കഞ്ഞി വിതരണത്തിനും. ഒരു തവണ ഔഷധക്കഞ്ഞിയുടെ ഗുണവും രുചിയും അറിഞ്ഞവർ നോമ്പുകാലം മുഴുവനും പാളയം ജുമാ മസ്ജിദിലെത്തുമെന്നത് ഉറപ്പാണ്. ക്യാമറാമാൻ ദേവദത്തനൊപ്പം ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം.